ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിയും കുടുംബവും നരേൻ്റെ ആ വാടക വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ പാല് കാച്ചി ആ പാലൊക്കെ കൊണ്ട് നമ്മുടെ നരേന് കൊടുക്കാൻ വേണ്ടി കാവേരി വരികയാണ്. കാവേരിയെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തൻ്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും ഓഫീസിലേക്ക് കമ്പനിയിലോട്ട് പോവുകയാണ്. കാവേരിയുടെ കയ്യിലുണ്ടായിരുന്ന പാല് തട്ടിപ്പോകുന്നുണ്ട്, അതുപോലും നരൻ കാണുന്നില്ല. എന്തായാലും കാവേരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ദേഷ്യത്തോടു കൂടി തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അവരോടൊക്കെ പറയുന്നുണ്ട്, നരൻ പാല് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആര് കുടിക്കുക, അതൊക്കെ തട്ടിപ്പോയി എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ നരനോട് കാവേരിക്ക് ഒരു ചെറിയൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്, വലിയ ജാടക്കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു 8ന്റെ പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ നരൻ പുറത്ത് നിന്നിട്ട് വലിയ ഒച്ചത്തിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പം ആ സമയത്ത് നീ ഒന്ന് പതുക്കെ സംസാരിക്കടാ, അപ്പുറപ്പുറം ആൾക്കാരുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ അതിനുശേഷം നമ്മുടെ കാവേരിയുടെ അനിയത്തിമാരും ചേർന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇയാൾ ഫോൺ ചെയ്യുന്ന കാണുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കളിത്തോക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കളിത്തോക്ക് വെച്ചിട്ട് അവനെ വെടിവെക്കുകയാണ്. അപ്പം തലയിൽ ആ ഉണ്ട വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ തൻ്റെ തലയിൽ എന്തോ വീണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ്. അങ്ങനെ തല തടവുമ്പോൾ ആ ഉണ്ട കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ അവനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വേഗം കാവേരിയും അനിയത്തിമാരും കുമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവനെന്താ സംഭവിച്ചെന്ന് അറിയാതെ അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കാവേരി അവരുടെ കയ്യിൽ ചെക്കുണ്ടല്ലോ, ആ ചെക്കും കൊണ്ട് കാവേരിയും അതുപോലെ വിനീതും കൂടിയിട്ട് ഇവിടേക്ക്, അതായത് ബാങ്കിലോട്ട് ഇവിടെ അടുത്താണ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ബാങ്കിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ടൗണിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിവിൻ വന്നിട്ടുണ്ട് അവിടേക്ക്. ഇവളെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്, എറണാകുളത്തേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് അവൻ തിരുവനന്തപുരത്തേക്കാണ് വന്നിട്ടുള്ളത്. കാവേരിയെ കാണാൻ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിവിനെ കാണുമ്പോൾ കാവേരിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൻ ഒരു ഭാഗത്ത് ഇരുന്ന് ചായ കുടിക്കുകയോ മറ്റേ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അരികിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അത് തടയുകയാണ് നമ്മുടെ വിനീത് തടയുന്നുണ്ട്. വിനീത് വാ പൂവ കാവേരി എന്ന് പറഞ്ഞിട്ട് അവള് വേഗം തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിവിൻ കാണുകയാണ്, നമ്മുടെ ഇവളെ കാവേരിയെ കാണുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അവൻ ഓടി ചെല്ലുമ്പോഴേക്കും ഓട്ടോ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ ബാങ്കിൽ എത്തുകയാണ്. അങ്ങനെ ബാങ്കിൽ എത്തുമ്പോൾ ഇവിടെയാണെങ്കിൽ ഇവര് ഇപ്പൊ തന്നെ ആശുപത്രിയിലോട്ട് പോകാം, കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ക്യാഷ് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം. അങ്ങനെ ആ സമയത്താണെങ്കിൽ കാവേരി ഇവനും കൂടി ചെല്ലുകയാണ്. അങ്ങനെ ചെക്ക് കൊടുക്കുന്നുണ്ട്. ചെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പൈസ, അപ്പം അത് ഇവന്റെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. വിനീതിന്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ വിനീതിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഇത് അവർ നോക്കിയിട്ട് പറയാണ് ഈ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല സാറേ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വിനീത് ഞെട്ടിപ്പോവുകയാണ്. വിനീത് പറയുന്നത് ക്യാഷ് ഇല്ലെന്നോ? അപ്പൊ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിരിക്കും സാറേ, പക്ഷെ ഇപ്പൊ സാറിന്റെ അക്കൗണ്ടിൽ ആകെ 530 രൂപയുള്ളൂ, ബാക്കി ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കാവേരി അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ്. കാവേരി പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊന്നും ഇതിലുണ്ടായിരുന്ന പൈസ പിന്നെ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും നിങ്ങൾ ചെന്ന് മാനേജറെ കാണുക എന്ന് പറയുമ്പോൾ കാവേരിയും വിനീതും കൂടി മാനേജറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മാനേജറെ കാണുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, ശരിയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നായിരുന്നു, എന്നിട്ട് ആ മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന മെസ്സേജ് മാത്രമേ കണ്ടുള്ളൂ, അപ്പോൾ അത് ഡെബിറ്റ് ആയ മെസ്സേജ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ 50 ലക്ഷം ക്രെഡിറ്റ് ആയിട്ടുണ്ട്, 50 ലക്ഷം ഡെബിറ്റ് ആയിട്ടുമുണ്ട് കേട്ടോ. അത് മുഴുവനും അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ അത് ശ്രദ്ധിക്കാഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാവേരി ചോദിക്കും, എന്താണ് വിനീതേട്ടയ്ക്ക് കേൾക്കുന്നത്, വിനീതേട്ടാ എന്താ പ്രശ്നം, എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വല്ല ഫോൺ ചെയ്ത് വല്ല OTP അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിൻ നമ്പറോ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിനീതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി പറയണം, നല്ല രീതിയിലൊന്ന് ഓർത്തു നോക്ക് വിനീതേട്ട, എന്താണ് ഈ പറയുന്നത്, ഇനിയും നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ അങ്ങനെ ഓർക്കുകയാണ്. അപ്പം ശരിയാണ്, അവൻ്റെ ഫോണിലോട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാങ്ക് ഇപ്പം ഇവർ വന്നിട്ടുള്ള ഈ ബാങ്കിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആൾ വിളിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ATMൻ്റെ ആ 6 പിൻ നമ്പർ, അതിലുള്ള ആ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ അത് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ OTP വരുന്നുണ്ട്. അപ്പോൾ ആ OTP പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ അതും വിനീത് കൂളായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രോഡ് തട്ടിപ്പുകാർ ഈ പൈസ ബാങ്കിൽ നിന്നും തട്ടി എടുത്തിരിക്കുകയാണ്.
മാനേജർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് കാവേരിക്ക് സങ്കടം വരികയാണ്. കാവേരി പറയുന്നുണ്ട്, എന്താ വിനീതേട്ടാ ഇത്രയും പൈസ നിങ്ങൾ ഇങ്ങനെ ഇത്രയും സൂക്ഷിക്കാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ കാവേരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടണം സാറേ, ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് തന്നെ, ഈ ടൗണിലേക്ക് വന്നത് തന്നെ എൻ്റെ അനിയത്തിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പൈസ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചെയ്തു തരണം സാറേ എന്ന് പറയുമ്പോൾ, എന്തായാലും ഇവിടെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും, അതുപോലെ തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും പോയൊരു കംപ്ലൈൻറ്റ് കൊടുക്കും. ഇങ്ങനെയുള്ള എന്തോരം ഓരോ ദിവസം ഓരോ ഇതുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ദിവസേന ഫോണിലായാലും പിന്നുള്ള ന്യൂസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതല്ലേ. ഇങ്ങനെ ആരെങ്കിലും OTPയോ അല്ലെങ്കിൽ പിൻ നമ്പറോ ചോദിച്ച് വിളിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്, ഷെയർ ചെയ്യരുതെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ചെയ്തതെന്നൊക്കെ ബാങ്കിൽ ഉദ്യോഗസ്ഥരും മാനേജറൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിനീതിനാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. അപ്പോൾ വിനീത് എല്ലാം പറഞ്ഞു കൊടുത്ത് പൈസ നഷ്ടപ്പെട്ടു. എന്തായാലും വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ട് വിനീത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കാവേരി പറയുന്നുണ്ട്, എന്ത് മണ്ടത്തരാണ് വിനീതേട്ട ചെയ്തത്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പൈസക്ക് എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബുദ്ധിയില്ലാത്ത മണ്ടനാണ്, നിന്റെ ചേച്ചി ഗംഗ പറയുന്നത് ശരിയാണ്, ഗംഗ അതുകൊണ്ടാണ് എന്നെ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എല്ലാവരോടും കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്ന് പറയും. ഇപ്പം തൽക്കാലം ആരോടും പറയണ്ട, ഇനി ഈ പൈസയ്ക്ക് പകരം നിളമോൾ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വേറെ എങ്ങനെയും പൈസ കണ്ടെത്തണം, അതിനുള്ള മാർഗം നമ്മൾക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ കാവേരി പറയുകയാണ്. എന്തായാലും അവൾ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗംഗ ചോദിക്കുന്നുണ്ട്, എന്തേ ആശുപത്രിയിലോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോകാം, പക്ഷേ ക്രെഡിറ്റ് ഇവിടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പം മെസ്സേജ് വന്നത് അത് പ്രോസസ്സിംഗ് ആണ്, വന്നിട്ടില്ല ശരിക്കും, ഇനി കുറച്ച് ദിവസം കൂടി പിടിക്കും വരാനായിട്ട് എന്നൊക്കെ നുണ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പൈസ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആകെ ഈ വിനീതിൻ്റെ ഒരു മണ്ടത്തരങ്ങൾ കാരണം 50 ലക്ഷം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് നേടിയെടുക്കാനുള്ള തത്രപ്പാടിലാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ കാവേരി. അതേ സമയത്ത് നമ്മുടെ ഇവനാണെങ്കിൽ നരൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പം നരൻ്റെ വീട്ടിലോട്ട് ഒരു പെണ്ണ് വീട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ നരൻ മറ്റൊരു വീട്ടിലോട്ട് പെണ്ണ് കാണാൻ ഇവൻ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ പെണ്ണ് വീട്ടുകാർ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചേർന്ന് അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അത് നരൻ വന്നിട്ട് നരൻ അത് മനസ്സിലാക്കുന്നുണ്ട്. നരൻ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇളയമ്മയുടെ ഭർത്താവ് ആള് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്, ഇങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരോട് മുഖത്ത് നോക്കി തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, നിങ്ങളെ മോളെന്നല്ല ആരും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതാണ്, ഇവര് ഈ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ നരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും പെണ്ണ് കാണാൻ വന്ന വീട്ടുകാരും ആ വീട്ടിൽ നിന്ന് നിരാശയോടുകൂടി പോവുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.